മർത്യന് കാണാൻ പറ്റില്ല, മനുഷ്യന് കാണാൻ പറ്റും. അതുകൊണ്ടാ പറഞ്ഞ അഹം നമുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അഹം ഇല്ല നമ്മുടെ ജീവിതമില്ല. പക്ഷെ ആ അഹം നമ്മുടെ തലക്കന മറ്റൊരാൾക്ക് ദോഷമാവാതിരിക്കാൻ എന്താ വഴി? ഇത്രയേ ഉള്ളൂ. തലക്കനല്ലെങ്കിൽ സംഗതി കുഴപ്പമില്ലേ. RTO ക്ലാസ് എടുക്കാൻ സമയത്ത് ഇപ്പം അടുത്ത ക്ലാസ് കേൾക്കാൻ വേണ്ടി നമ്മൾ പോയി. RTO ക്ലാസ് എടുക്കുകയാണ് നിലമ്പൂരിൽ. ഹാളിൻ്റെ പുറത്തു നിന്നിട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം എനിക്ക് പ്രവേശനം നമുക്കില്ല, കാരണം അതിൽ വിളിച്ചവർക്ക് ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കേട്ടു. ഏത് ക്ലാസ്സും കേൾക്കാൻ നല്ല താല്പര്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ ആവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടത്. അല്ല, അതാവാലോ. 10-15 കൊല്ലം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഇനി വല്ലതും തിരുത്താനുണ്ടെങ്കിൽ നമുക്ക് തിരുത്തിക്കൂടെ? ഉണ്ടെങ്കിൽ തിരുത്താമല്ലോ. എന്താ പറഞ്ഞ വാക്കുകൾ ഓരോന്നും നമുക്ക് കൂടുതൽ നമ്മളെ ബോധിപ്പിക്കുന്നതായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഹെൽമെറ്റിനെ കുറിച്ചും സീറ്റ് ബെൽറ്റ് ഇടുന്നതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ക്ലാസ് എടുക്കും. അല്ല, അദ്ദേഹം പറഞ്ഞത് അതിൽ തല വന്നടിക്കുന്ന സമയത്ത് ആ ഏത് ഭാഗം അടിക്കുന്നു എന്നും ആ സമയത്ത് എങ്ങനെയാണ് തലയെ ക്ഷതം സംഭവിക്കുന്നതെന്നും ഒക്കെ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് അല്ലേ? അപ്പം തലയ്ക്ക് കാരണമുണ്ട്, തലയാണല്ലോ അടിക്കുന്നത്. തലയ്ക്ക് കാരണമില്ലേ, തലയടിക്കുന്നത്. അതുകൊണ്ടാണ് തലയ്ക്ക് ഹെൽമെറ്റ് വയ്ക്കാൻ പറഞ്ഞത്. അല്ല ഓരോട് സീറ്റ് ബെൽറ്റ് എടുക്കാൻ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ നമ്മളെ തലയ്ക്ക് കനം കൂടുതലുണ്ടെന്ന കാര്യം ഓർക്കണം. പക്ഷെ ആ കനം ഇനി കുറയ്ക്കാൻ പറ്റില്ല. വേറെ ചില കനം വന്നിട്ടുണ്ട്. അതെന്താ? ധനം കൊണ്ട്, ജനങ്ങളെ കൊണ്ട്, യൗവനം കൊണ്ട്, അല്ലേ, ചോരത്തിളപ്പ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന കനമല്ലേ കേമത്വം. എന്തുകൊണ്ടൊക്കെയാണ് പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്ത പലതും ഉണ്ട്. അങ്ങനെ പരിമിതമായി അങ്ങനെ അതൊക്കെ അഹങ്കാരത്തെ കൂട്ടും. ആ തലക്കനം കുറച്ച് കൊണ്ടുവന്നാൽ ഒരിക്കലും അവനവന്റെ ജീവിതം മറ്റൊരാൾക്ക് ദോഷമില്ലാതാവും. തനിക്കും ദോഷമില്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാം. ഇന്ന് അവനവൻ നശിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവനെ ഞാൻ നശിപ്പിക്കുമെന്നുള്ളത് അഹങ്കാരം അല്ലേ. 8 പേരാ ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ലേ? കാരണം അവര് പട്ടാള ട്രക്കിൽ അവർ ഓടിച്ചു പോണ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ 2 ഭാഗത്തു നിന്നുമാണ് വെടിവെക്കുന്നത്. ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. 11 പേര് ഗുരുതരമായി, അതിലും കുറെ പേര് ഗുരുതരമായി കിടക്കുകയാണ്. അത് കഴിഞ്ഞ് അല്പം താമസം ഉണ്ടായിട്ടില്ല, അതിനു മുമ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു, ഞങ്ങളിത് ചെയ്തു എന്ന് പറഞ്ഞില്ല. അതിലും പുറമെ ഇത് ടെലിവിഷനിലൂടെ പ്രഖ്യാപിച്ചു. അത് നോക്കണം. ഇതിലും വലിയ അല്ലേ, ഇത് ഇന്ത്യന്റെ സ്ഥാനത്ത് അമേരിക്ക ആണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രഖ്യാപനം എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഏത് സാങ്കേതിക വിദ്യയുടെ ഉന്നമനത്തിന് നമ്മൾ ഇരുന്നു കഴിഞ്ഞാലും അതിന്റെ എവിടെ എത്തിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അപ്പൊ ഞാനും എൻ്റെ രാജ്യവും എൻ്റെ മതവും എൻ്റെ രാജ്യവും ഒക്കെ നശിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. അതൊക്കെയാണ്. മറ്റൊന്ന്, എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ മതം ജീവിക്കട്ടെ, അതിന് ഞാൻ മറ്റുള്ളവരെ കൊല്ലും. രണ്ടാമതേ വരുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ല? അത് നല്ലതാന്നല്ല പറഞ്ഞത്. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളത് മൃഗങ്ങളിലൊക്കെ ഉണ്ട്. തനിക്ക് ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളത്. തൻ്റെ നിലനിൽപ്പിന് ഭയമാവുമ്പോൾ മറ്റുള്ളവരെ കൊല്ലുക, അത് മൃഗങ്ങൾ അപ്പോഴേ വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ മൃഗങ്ങളുടെ രീതിയല്ല. മൃഗങ്ങൾക്ക് അപമാനകരമാണ് അല്ലേ? മൃഗങ്ങളോടാണ് നമ്മൾ എപ്പോഴും താരതമ്യപ്പെടുത്തുക. മൃഗീയത എന്നൊക്കെ പറയാം, മറ്റു മൃഗീയത പറയാം, ഇതേ മൃഗീയത പറയുന്നത്. ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താൻ നിലനിൽക്കണം, അതിനൊപ്പം തൻ്റെ ചുറ്റുപാടിന് മറ്റുള്ള സഹജീവികളെങ്കിലും നിലനിർത്തിക്കൊള്ളണം. ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ താൻ നിലനിൽക്കണം, സഹജീവികളെ നിലനിൽക്കണം, ഒപ്പത്തിനൊപ്പം ഈ പ്രകൃതിയെ കൂടി. അങ്ങനെ പോകുമ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു വരും. അത് രണ്ടും തമ്മിൽ ഒരിക്കലും ഘടിക്കില്ല. അപ്പൊ തലക്കണത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. ഇനി ഇതൊന്നുമല്ല ഒരു തലം. അതേതാ? ലോകം ഞാൻ നന്നാക്കാനൊന്നുമല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ എനിക്ക് വരാം. ആ എൻ്റെ എന്നുള്ള തലക്കനം മറ്റതല്ല, വ്യത്യാസമുണ്ട്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച, ഉപനിഷത്തിൽ നിന്ന് എടുത്ത വാക്യമാണ്. തനിക്ക് വരണം. ആ സ്വാർത്ഥതയും മറ്റുമായിട്ട് നമുക്ക് എടുപ്പിക്കാൻ പറ്റില്ല. ഞാൻ മനുഷ്യനാണ്,
മർത്യതയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമാണ്. അത് എന്തിനു വേണ്ടിയാണ് ഞാൻ വന്നത്? ഈ ഒരു ബോധത്തെ ഒന്ന് കോട്ടം സംഭവിക്കാത്ത വിധത്തിൽ തൻ്റെ വ്യക്തിത്വത്തിന്റെ വികാസം തടസ്സപ്പെടുത്താതെ, എന്നാൽ ലോകത്തിനൊരു ഉപദ്രവവും ഇല്ലാതെ, പക്ഷെ ഉൾപോക്കറ്റും മറ്റൊന്നു തന്നെയാണ്. ഞാൻ വന്നത് എനിക്ക് വരാൻ, എനിക്ക് എന്നെ ഉയർത്താൻ പറ്റൂ. 1000 കുതിരകളെ ജലാശയത്തിലേക്ക് നയിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞേക്കാം. ഒരു കുതിരയെങ്കിലും വെള്ളം കുടിപ്പിക്കാൻ 1000 ആൾ വിചാരിച്ചാലും കഴിയില്ല. അതുകൊണ്ട് എന്നെ ഉയർത്താൻ ഞാനേ ഉള്ളൂ, വേറെ ആരും വരില്ല. ആത്മനോ മോക്ഷാർത്ഥം ജഗതിഹിതായല്ല. ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അഹങ്കാരത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ. ഇതൊക്കെ അഹങ്കാരം തന്നെയാണ്. ഇതിനും വേണം അഹങ്കാരം. അവസാന അഹങ്കാരം ഇതുണ്ട്. ഏത്? എൻ്റെ നിലനിൽപ്പ്. അതൊരു ഉയർന്ന തലമാണ്. പിന്നെ അവസാനം ഞാനുമില്ല. ഒരു മുള്ളെടുക്കാൻ വേണ്ടി മറ്റൊരു മുള്ള ഉപയോഗിച്ചു. ആ മുള്ള് കുത്തിക്കേറുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താ, അതിന്റെ ഉദ്ദേശം കഴിഞ്ഞാൽ പിന്നെ 2 മുള്ള ഉപേക്ഷിക്കും. അതുവരെ ഏതുണ്ടാവും? ഒരിക്കലും ഇത് പതിക്കുന്നില്ല. ശരീരം പതിച്ചേ, സ്ഥൂല ശരീരത്തിന്റെ നാശം സംഭവിച്ചേക്കാം, പക്ഷേ അപ്പോഴും ഞാനും എന്റെയും ഉണ്ട്. ജീവചക്രം തിരിയുന്നുണ്ട്. അവിടെയാണ് എന്നെ തന്നെ ശരണം പ്രാപിക്കൂ. ആ പോയിന്റ്, ആ എന്താ പറയുക, ആ ബിന്ദുവിൽ നിന്ന് വേണം ഈ വൃത്തം വരയ്ക്കാൻ, അത് കറങ്ങാൻ. കറങ്ങുന്നുണ്ടെങ്കിൽ എന്തിൽ കറങ്ങുന്നു എങ്കിൽ അതിന്റെ ആരം, അതിനെ കറക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, എന്നെ തന്നെ ശരണം പ്രാപിക്കൂ, ഈ കറക്കിയവനെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഉപസ്തോദര തർപ്പണം തന്നെ ജീവിത ലക്ഷ്യമായി കരുതുന്ന അസത്തുക്കളുമായി ഇടപഴകരുത് എന്ന് ഉദ്ദേശിക്കുക. ഇവിടെ ചോദ്യം ഉപസ്തോദര തർപ്പണം തന്നെ ജീവിത ലക്ഷ്യമാക്കി. തന്നെ എന്നതിന് അടിവരം പറഞ്ഞ അതുമാത്രമാണ് നേടാനുള്ളതെങ്കിൽ ഇവിടെ മനുഷ്യനാവേണ്ട ആവശ്യമില്ലായിരുന്നു. ഓരോ ജീവിക്കും അതിന്റെ പ്രത്യേകമായ കഴിവിനെ സാധൂകരിക്കുന്നതാണ് ആ ജീവിയുടെ തൃപ്തിക്ക് കാരണമാവുന്നത്. ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രംഗമാണത്. ഏതൊരു ജീവിക്കും അതിന്റെ പ്രത്യേകമായ കഴിവിനെ സാധൂകരിക്കുന്നത് ഏതോ അതുകൊണ്ട് മാത്രമേ അതിന് തൃപ്തി ഉണ്ടാവുന്നുള്ളൂ. പക്ഷിക്ക് 2 പക്ഷങ്ങൾ എന്ന പോലെ 2 പക്ഷങ്ങളും 2 ചിറകുകളും അല്ലേ, അത് ചലിപ്പിച്ച് അനന്തവിഹായത്തിൽ പാറി നടക്കാൻ കഴിയുമ്പോഴാണ് ആ പക്ഷിക്ക് തൃപ്തി ഉണ്ടാവുന്നത്. അല്ലാതെ ബന്ധുരകാന്തനെ കൂട്ടിലിടുമ്പോഴല്ല. അത് നമ്മുടെ തൃപ്തിയിൽ. കുട്ടിയാവുന്ന വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. കുറെ കാലം ചിലപ്പോ അത് പുറം ലോകം കാണാതെ ജീവിക്കുമ്പോൾ ഇത് കേമമാണെന്ന് ധരിച്ചേക്കാം. പക്ഷേ എല്ലാ കാലത്തും പറ്റില്ല. അറിവില്ലാത്ത മനുഷ്യനെ വേണമെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയിൽ തളച്ചിടാം, അത്രയൊക്കെ ഉള്ളൂ നേടാനുള്ളത്. പക്ഷേ എല്ലാ കാലത്തും തളച്ചിടാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവന്റെ ഉള്ളിലുള്ള ജിജ്ഞാസ എന്തുണ്ടാവും? അന്വേഷിക്കും. എന്നെങ്കിലും ഒരു ലാഞ്ചന അവന് കിട്ടിക്കഴിഞ്ഞാൽ അവനത് പിടിച്ചു കയറും. ഇതൊക്കെ തന്നെ നേടാനുള്ളൂ എന്ന് പറയുന്നവരെ അവൻ തട്ടിത്തെറിപ്പിക്കും. അല്ലേ? അവരോട് പോകാൻ പറയും. ക്രമേണ ഉയരും. തൻ്റെ പ്രത്യേകമായ കഴിവെന്ത്, ആ കഴിവിനെ സാധൂകരിക്കാനുള്ള വെമ്പലോടുകൂടി എന്താ അതിൽ വിത്തേന തർപ്പണീയോ മനുഷ്യൻ. വിത്തം കൊണ്ടോ ധനം കൊണ്ടോ തൃപ്തനാക്കപ്പെടുന്നവനല്ല മാനവൻ. അവിടെയാണ് ഇവിടെ ഉപസ്തോദര തർപ്പണം ജീവിത ലക്ഷ്യമല്ല. ജീവിത ലക്ഷ്യമല്ല, മാർഗം മാത്രമേ. തൃപ്തനല്ല എന്നയാൾ കണ്ടറിഞ്ഞു. അതുകൊണ്ട് തൃപ്തിക്ക് മറ്റൊന്ന്. ഇത് ലോക വ്യവഹാരത്തിന്റെ ഭാഗം. അത്രയേ ഉള്ളൂ. വേണ്ടെന്ന് പറഞ്ഞില്ല, ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇത് ജീവിത ലക്ഷ്യമൊന്നുമല്ല. ഇതോടുകൂടി ലക്ഷ്യമൊന്നും ആവുന്നില്ല. തനിക്ക് തൃപ്തിക്ക് മറ്റൊന്ന് ലോകത്തിൽ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ലോകത്തിന് ഞാൻ പുറംതിരിഞ്ഞിരുന്നു കൂടാ, നന്നായി അല്ലേ? അത്രേ ഉള്ളൂ. തൃപ്തിക്ക് ഇതിൽ പോയിട്ട് കാര്യമൊന്നും ഇല്ല. മോക്ഷത്തിന് അതിന് വഴിയൊന്നുമില്ല. അതുകൊണ്ട് ദുസ്സംഗം വിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യണം? മഹാപുരുഷന്മാരെ സേവിക്കണം. ലക്ഷ്യത്തിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആരാണ്?
ആരാ എന്താണ് അവരുടെ മഹത്വം? ഒരു മഹാത്മാവിനെ മഹത്വമുള്ളതാക്കി തീർക്കുന്ന ആ ഘടകം ഏതാണ്? സംശയമില്ല, പേരിലുള്ള മഹാശബ്ദമല്ല. പിന്നെ ഏതാണ്? അയാൾ എന്തൊരു നിസ്സാര കാര്യമാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ പോലും അയാളുടെ ലക്ഷ്യബോധം തെളിഞ്ഞു കാണും. അതാണ് ഒരു മഹാത്മാവിന്റെ മഹത്വം. തമാശ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും അല്ലേ, ഏതൊരു പ്രവൃത്തി അയാൾ ചെയ്യുമ്പോഴും, ഏത് പ്രവൃത്തിയിലായിക്കോട്ടെ, സന്യാസിക്കോളൊന്നുമില്ല, ഗൃഹസ്ഥാശ്രമി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, പക്ഷെ ലക്ഷ്യത്തെ മുൻനിർത്തിയായിരിക്കും അയാളുടെ പ്രവൃത്തി. ലക്ഷ്യത്തെ കളഞ്ഞു കുടിക്കില്ല. അതാണ് ഒരു മഹാത്മാവിനെ മഹത്വമുള്ള ആളാക്കി തോന്നിക്കുന്നത്. അല്ലാതെ അയാൾ ചെയ്യുന്ന വലിയ വലിയ പ്രവർത്തികളല്ല, നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന അതാണ് പറഞ്ഞത്. ഈ മഹാത്മാക്കളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നതിൽ ഒരു വീട്ടിൽ കയറിക്കൂടി ഒരു താമസിക്കുകയാണെങ്കിൽ ആ വീട്ടില് ജനല് ചിലപ്പോൾ തുറന്നിട്ടിരിക്കുകയോ, നമുക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി തന്നിരിക്കുകയോ. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് ജനലൊക്കെ അടയ്ക്കേണ്ടതാണെങ്കിൽ അടച്ചിട്ട്, അതുപോലെ വല്ല ചപ്പുചവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ടിട്ട് ഒന്നായിരിക്കില്ല, വേറെ ആരെങ്കിലും വന്ന് താമസിച്ചപ്പെട്ടതായിരിക്കും, അതുപോലും പെറുക്കിയെടുത്ത്. മനസ്സിലായില്ല? എന്തിനേറെ ഇതിലും വലിയ കഷ്ടം വേറെ ഉണ്ടായി, കണ്ടതാ നേരിട്ട്. അതെന്താന്ന് വെച്ചാല് ഈ ഇവിടെ അല്ലാന്ന് കൂട്ടിക്കോളൂ, കേരളത്തിലല്ലാന്ന് കൂട്ടിക്കോളൂ. അപ്പോ ഈ റൂം, ആ ബാത്റൂം കക്കൂസ് ഉപയോഗിക്കുന്ന ആള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി പറയണ്ടല്ലോ, 8 പ്രാവശ്യം ആ മഹാത്മാവ് അത് വൃത്തിയാക്കണ പണിയിലേർപ്പെട്ടു. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ അതിന്? അതൊന്നും മനസ്സിലായില്ല. എന്തുകൊണ്ട്? അതിന്റെ ഭാഗമൊന്നുമല്ല. കാരണം വെച്ചാല് അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാല് വേറെ ആള് ചെയ്തോ നല്ല ചോദ്യം ഉണ്ടാവുക, ഇയാളാ. പറഞ്ഞു മനസ്സിലായില്ല? നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും, കാരണം ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാളുടെ എല്ലാ പ്രവർത്തികളും എന്തായിരിക്കും? വളരെ അടുത്തും ചിട്ടയിലായിരിക്കും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വസ്ത്രമോ അല്ലെങ്കിൽ പുസ്തകമോ അല്ലെങ്കിൽ അവനവൻ കൈകാര്യം ചെയ്യുന്നതൊക്കെ എന്തുണ്ടാവും? അതിലൊക്കെ ആ ഒരു ലക്ഷ്യബോധത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെ നമുക്കത് കാണാൻ പറ്റും. കാണണമെങ്കിൽ നമുക്ക് അതിനുള്ള കണ്ണ് കാണും, ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ കാണും? അയാൾ എങ്ങനെ പ്രസംഗം ചെയ്യുന്നു, എങ്ങനെ ക്ലാസ് എടുക്കുന്നു, അതൊന്നും അല്ല. ഇപ്പൊ പഠിച്ചാൽക്കൊണ്ടേ പുസ്തകം നോക്കിയിട്ട് നമുക്കൊക്കെ പറഞ്ഞിട്ടുണ്ടേ, അതല്ല മുഖ്യം. മുഖ്യമായിട്ടുള്ളത് അതെങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് സത്സംഗം ലഭിച്ചാൽ പിന്നീടുള്ള കാര്യങ്ങൾ എളുപ്പമാകും. മുഖ്യമായിട്ട് ഏതാണ്? സത്സംഗം തന്നെയാണ് കാര്യം. അടുത്തത് പിന്നെ മമതയെ ഉപേക്ഷിക്കേണ്ടത് പറഞ്ഞു. ദുസ്സംഗത്യാഗം താരതമ്യേന എളുപ്പമാണ്. കാരണം എന്തുകൊണ്ട്? ദുസ്സംഗത്യാഗം താരതമ്യേന എളുപ്പമാണ്. എന്തുകൊണ്ട്? അത് ബാഹ്യമായതുകൊണ്ട്. പക്ഷേ മമത എന്നുള്ളത് എളുപ്പമല്ല. ദുസ്സംഗ ത്യജിക്കുക എന്നുള്ളത് താരതമ്യേന എളുപ്പമാണ്. പക്ഷെ മമത ഉപേക്ഷിക്കുക എന്നുള്ളത് ബാഹ്യമല്ല. എവിടെയാ? ഉള്ളിലാ. ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആളായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാനസികമായ മമതയെ വെടിയുക എന്നുള്ളത് കുറച്ചുകൂടി പ്രബലമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സാധകനെ സാധ്യമാകും. ആചാര്യസ്വാമികൾ പോലും ഇത് പറയുന്നുണ്ട് അല്ലെ? സ്വന്തം അമ്മയെ അല്ലെ, അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയൊരു മഹാത്മാവിന് പോലും പ്രയാസകരമാണെന്ന് എന്തൊക്കെ പറഞ്ഞാലും അല്ലെ. പക്ഷെ അതും കൂടി ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ട്? ഒരു എന്താണ്, എങ്ങനെയാ ഉപേക്ഷിക്കുന്നത്? അത്രയും വലിയ ഒരു ലക്ഷ്യം ഇതിന്റെ മുന്നിൽ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. എന്നാലും ഉണ്ടല്ലോ, ആചാര്യസ്വാമികളുടെ പേരിൽ വേണ്ടാത്ത ഒരുപാട് കഥകളുണ്ട്. അമ്മേന്റെ അടുത്ത് വന്ന് അമ്മേനെ കഷ്ണമാക്കിയിട്ടാണ് ഏറ്റിക്കൊണ്ടുപോകാൻ കഴിയാഞ്ഞിട്ട് അല്ലേ? അങ്ങനെയൊക്കെയല്ലേ കഥ? ശരിയായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു? അതാ ചോദ്യം. കാരണം വെച്ചാൽ അണിമ, ഗരിമ, ആഗാമിത്വം, വശിത്വം തുടങ്ങിയ അഷ്ടസിദ്ധികൾ കൈവന്ന ഒരു വ്യക്തിയാണ് എന്നൊരു ഭാഗത്ത് പറയും. അത് നമ്മളല്ല പറയുന്നത് കേട്ടോ.
ഒരു മഹാത്മാവിന് സ്വാഭാവികമായി സിദ്ധികൾ ഉണ്ടാവാം. ആചാര്യസ്വാമികളെ സംബന്ധിച്ച് സിദ്ധി സ്വാഭാവികമാണെന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് ഇതേ വാക്ക് പറയുമ്പോൾ അത് യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഏതും ഇങ്ങനെയാ പ്രചരിക്കുന്നത്. എങ്ങനെ? ഒരാൾ പറയും, അത് കേട്ടിട്ട് നല്ലതോ ചീത്തയോ ഒന്നും മനസ്സിലാക്കില്ല, എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടില്ല. അങ്ങനെ 10 കർണം മാറിടുമ്പോൾ മുഹൂർത്തം മൂത്രമായിടും. അതുകൊണ്ട് എന്നാലും ഈ ഒരു ബന്ധത്തിന് ഉപരി എത്തണം. വേലി കാണണമെങ്കിൽ നമ്മുടെ വേലി നമുക്ക് വേലി തന്നെയാണ്, അതിരാണ്. പക്ഷെ കുറച്ച് മുകളിൽ പോയിരുന്നാൽ നമ്മളെ വേലി കാണാനില്ല. അപ്പൊ എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം എന്തുണ്ടാവും? വേലിയും അതിലും പൊളിയല്ല, പ്രസക്തമല്ലാതാവും, കാണാതാവും. അല്ലേ? ഉയരത്തിലെത്തുന്നുവോ പരിമിതങ്ങളായ അഹങ്കാരങ്ങൾ ഇല്ലാതാവും. അതാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് സത്സംഗം കൊണ്ട് അത് സാധ്യമാകും. സ്വശരീരത്തിലും അതിനോട് ബന്ധപ്പെട്ട ജനങ്ങളിലും വസ്തുക്കളിലുമുള്ള മമത്വ ബുദ്ധിയും വെടിയുന്നു. ലോകത്തിൽ തന്റെ ശരീരം ഉൾപ്പെടെ യാതൊന്നും നമ്മുടെ വകയല്ല. ഒക്കെ ആരുടേതാണോ അയാൾ തന്നെയാണ്. ഈശ്വരന്റെ വസ്തു നമ്മുടേതെന്ന് നാം അഭിമാനിക്കുന്നതിൽ നിന്നുമാണ് ബന്ധങ്ങൾ ഏർപ്പെടുന്നത്. അല്ല, സമർപ്പിക്കാനാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ, അല്ലാതെ ഉപേക്ഷിക്കലല്ല. ഈശ്വരൻ്റെതാണ് എന്നുള്ള സമർപ്പണ ഭാവം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എന്താണ്ടാവും? എന്റെയാവും. എന്റെ വിട്ട് കഴിഞ്ഞാൽ എന്താവും? ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ട അതുപോലെ നമ്മൾ ഒന്നും അല്ലാതായി തീരും. അപ്പൊ എന്ത് വേണം? എന്റെ അല്ലാന്ന് പിന്നെ ആരുടെ? അതും ഇല്ലെങ്കിലോ ഒന്നുമല്ല. മനസ്സിലായില്ല? അത്രയുള്ളൂ. അതുകൊണ്ട് വിഷയസംഗം വെടിഞ്ഞ് ദേഹാദികളിൽ മമത ഉപേക്ഷിച്ച് അനുഭൂതി സമ്പന്നനായ മഹാപുരുഷന്മാരെ, സ്ത്രീകളായിക്കൂടെ? എന്താ? ഒന്നും രണ്ടൊന്നല്ല, 20-26ഓളം മഹതികളെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പുരുഷൻ എന്നുള്ള ശബ്ദം കൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. പുരേ ചയതീതി പുരുഷൻ എന്നെടുത്താൽ മതി, അല്ലേ? അല്ലാതെ എടുത്താൽ കുഴപ്പം. മഹത്വത്തെ പ്രാപിച്ച അയാളെ ശരണം പ്രാപിക്കുന്നവൻ ദുസ്തരമായ, കടക്കാൻ പ്രയാസമുള്ള മായയെ തരണം ചെയ്യുന്നതിന് സാമർഥ്യമുള്ളവനായി തീരുന്നു. വേറെ നടത്തി തരുന്നല്ല, സാമർഥ്യമുള്ളവനായി തീരുന്നു. അതിനുള്ള സാമർഥ്യം അയാൾക്ക് കൈവരുന്നു. അങ്ങനെ സർവ്വലൗകിക ബന്ധങ്ങളും വെടിഞ്ഞ് അയാൾ ഏകാന്തവും ശുദ്ധവുമായ സ്ഥാനത്തെ ആശ്രയിച്ച് സമ്പത്ത് സമ്പാദിക്കാനുള്ള ആശയും സമ്പാദിച്ചതിനെ രക്ഷിക്കാനുള്ള വ്യഗ്രതയും വെടിഞ്ഞ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ എന്തുണ്ട്? ആശയായ ഒരു പാശമായി അത് തീരുന്നില്ല. ആശയാകുന്ന പാശമായി അത് തീരാതെ, തന്നെ കൊടുക്കാതെ ഒക്കെ വേണം. ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ എല്ലാ ദോഷങ്ങൾക്കും കാരണം. പാശമാവരുത് എന്ന് മാത്രം. അങ്ങനെ മോചനത്തിന് സാധകൻ സ്വീകരിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളുടെ വിവരണം ആണ് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് കാണുന്നത്. അതുകൊണ്ട് ബന്ധനം വെടിയണം എന്നാ പറഞ്ഞത്. ബന്ധിപ്പിക്കുന്നത് എന്താണ്? മമത്വമാണ്. ഈ മമത്വത്തെ വിടാൻ സത്സംഗമാണ് ഉപായം. സത്സംഗത്തിന്റെ മഹത്വത്തെ പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ലോകബന്ധങ്ങളെല്ലാം വെടിയ എന്നുള്ളതിലൂടെ മനസ്സിലായത് ഉപരി എത്തുക എന്നുള്ളതുമാണ്. സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്നേഹമെല്ലാം വെടിയണം എന്നാണോ നമ്മളുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്നൊരു ചോദ്യം അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഇപ്പൊ സമയം 6:05 10 മിനിറ്റ് നേരത്തെ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കും. ഇത് വളരെ നല്ലൊരു പോയിന്റാണ്. അടുത്തത് ഓർമ്മിച്ചോളൂ. ഏതാണ്? സ്വജനങ്ങളോടുള്ള ബന്ധം ഒക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടപ്പോ പോകാനുള്ളത് അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതാണ് ഓർമ്മിക്കേണ്ടത്. ഓം ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.